ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് കഷ്ടതകളോട് പ്രതികരിക്കേണ്ടതെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. ക്രിസ്തുവിനെ വിശ്വസിച്ചത് മൂലം സഭ നേരിടുന്ന ഉപദ്രവങ്ങളിൽ ആ കഷ്ടതയിൽ എങ്ങനെയാണ് ആ സഭ പിടിച്ചു നിൽക്കേണ്ടത്, എങ്ങനെയാണ് ആ കഷ്ടതയോട് പ്രതികരിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ പറയുന്ന 5 കാര്യങ്ങൾ ഈ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമതായി കാണുന്നത്, ക്രിസ്തുവിനെ പിൻപറ്റുന്ന നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതകളിൽ അതിശയിച്ചു പോകരുത് എന്ന് അപ്പോസ്തലൻ പറയുന്നു. 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ് വായിക്കുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നി പരിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. അതിശയം നമുക്ക് തോന്നുക എന്ന് പറയുന്നത് പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുമ്പോഴാണ്. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ ആ സഭയെ ഓർമ്മിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് കഷ്ടത ഉണ്ടാകുമെന്ന് യേശു മുന്നമേ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുള്ളതാണ്. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിങ്ങൾ കഷ്ടത അനുഭവിക്കേണ്ടി വരുമെന്ന് യേശു മുന്നമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഷ്ടതകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് നേരിടുന്ന ഈ പ്രയാസങ്ങളിൽ നിങ്ങൾ അതിശയിച്ചു പോകരുത്, ഇതിൽ പിടിച്ചു നിൽക്കണം എന്ന് അപ്പോസ്തലനായ പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകിയാൽ സന്തോഷിപ്പീൻ എന്ന് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണ് കഷ്ടതകളിൽ സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നത്? നമ്മുടെ കഷ്ടതയിൽ തെളിഞ്ഞു വരുന്ന ഒരു വിശ്വാസമുണ്ട്. അത് അപ്പോസ്തലൻ മുന്നമേ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിൽ ഒരു വിശ്വാസം നിറഞ്ഞു വരികയും ആ വിശ്വാസം നമ്മെ ജീവനുള്ള ഒരു പ്രത്യാശ നമ്മിൽ ഉളവാക്കുകയും ചെയ്യുന്നു. ഈ ജീവനുള്ള പ്രത്യാശയാൽ നിറയുമ്പോൾ നമ്മൾ നമ്മുടെ കഷ്ടതകളിൽ സന്തോഷിപ്പാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടതകളിൽ പങ്കുള്ളവരാകുമ്പോൾ സന്തോഷിക്കണം എന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, നമ്മുടെ കഷ്ടതകളെ നാം വിലയിരുത്തണമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. നാം കഷ്ടത അനുഭവിക്കുന്നത് നാം തിന്മ ചെയ്തിട്ടാണോ, നമ്മുടെ തന്നെ പാപപ്രവൃത്തികൾ കൊണ്ടാണോ, നമ്മുടെ തന്നെ തെറ്റായ ജീവിതം കൊണ്ടാണോ നാം കഷ്ടത അനുഭവിക്കുന്നത് എന്ന് അപ്പോസ്തലൻ ചോദിക്കുന്നു. അങ്ങനെയല്ല നാം കഷ്ടത അനുഭവിക്കേണ്ടത്. അത് ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉള്ള കഷ്ടതയല്ല. നാം നന്മ ചെയ്തിട്ട് കഷ്ടത അനുഭവിക്കുന്നുവെങ്കിൽ അതിന് യശസ്സുണ്ട് എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം നമ്മുടെ കഷ്ടതകളെ വിലയിരുത്തുക എന്ന് അപ്പോസ്തലനായ പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു വ്യക്തി അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം അത് അഗ്നി പരിശോധനയാകിയാൽ അത് ശുദ്ധീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ആ വ്യക്തിയെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുന്നു എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി അഞ്ചാമതായി നാം കാണുന്നത്, ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കുക. ഈ കഷ്ടതകൾക്കെല്ലാം ഒരു അവസാനമുണ്ടാകും. തേജസ്സിൽ യേശുവിന്റെ മുഖം കാണുന്ന ഒരനുഭവം ഉണ്ടാകുമെന്ന് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പത്രോസ് ഈ സഭയോട് 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. 5 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, ക്രിസ്തുവിനെ പിൻപറ്റുന്ന നിങ്ങൾ ഉണ്ടാകുന്ന കഷ്ടതകളിൽ അതിശയിച്ചു പോകരുത്. രണ്ടാമതായിട്ട്, കഷ്ടതയിൽ സന്തോഷം അനുഭവിക്കുന്നവരായി തീരുക. മൂന്നാമതായിട്ട്, നാം നമ്മുടെ കഷ്ടതകളെ വിലയിരുത്തുന്നവരാകുക. നാലാമതായി, നമ്മുടെ കഷ്ടതകൾ നമ്മെ ശുദ്ധീകരിക്കുന്നതാകിയാൽ അതിൽ സന്തോഷിക്കുക. അഞ്ചാമതായി, നാം നമ്മുടെ കഷ്ടതകളിൽ പ്രത്യാശയുള്ളവരായിരിക്കുക എന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ ഉണ്ടാവാറുണ്ട്. നാമും ഒരുപാട് പ്രയാസങ്ങൾ കൂടെ കടന്നു പോകാറുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ക്രിസ്തീയ ജീവിതം എന്നത് കഷ്ടതയില്ലാത്തതോ പ്രയാസങ്ങൾ ഇല്ലാത്തതോ ആയ ഒരു കാര്യമല്ല. ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തീയ മാർഗത്തിൽ തന്നെ കഷ്ടത ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റി നിർത്തിയിട്ട് ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അപ്പോസ്തലന്റെ വാക്കുകളെ നമുക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയട്ടെ. നമ്മുടെ കഷ്ടതകളിൽ നാം സന്തോഷം അനുഭവിക്കുന്നവരും അപ്പോൾ തന്നെ പ്രത്യാശ അനുഭവിക്കുന്നവരുമായി തീരുവാൻ നമ്മൾക്ക് കഴിയുകയാണ്. അപ്പോസ്തലനായ പത്രോസ് നിങ്ങളെ തിരഞ്ഞെടുത്തതും വിളിച്ചതും ജീവനുള്ള ഒരു പ്രത്യാശ നമുക്ക് സ്വർഗത്തിൽ ഒരു അവകാശം നമുക്കുണ്ട് എന്ന് പറഞ്ഞാണ്. ക്ഷയിക്കാത്ത, മാലിന്യപ്പെടാത്ത, വാടാത്ത ഒരു അവകാശം നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ ആ സഭയെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നാമും ആ സഭയോട് ചേർന്ന്, അല്ലെങ്കിൽ അപ്പോസ്തലന്റെ വാക്കുകളോട് ചേർന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയട്ടെ. നാം ക്രിസ്തുവിന്റെ കഷ്ടതയിൽ പങ്കുള്ളവരാകും തോറും നാം സന്തോഷിക്കുന്നവരും ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായി, ഒരു അവകാശത്തിനായി ഒരുങ്ങുന്നവരുമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ നാളുകളിൽ നമുക്ക് നേരിടുന്ന എല്ലാ കഷ്ടതകളിലും, എല്ലാ പ്രയാസങ്ങളിലും, ക്രിസ്തുവിന്റെ നാമനിമിത്തം ഉണ്ടാകുന്ന എല്ലാ കഷ്ടതകളിലും യേശുവിനെ പിൻപറ്റുന്ന
നിൽക്കുന്നവരായും യേശുവിന്റെ നാമനിമിത്തം നേരിടുന്ന ഏത് കഷ്ടതകൾക്കും പ്രത്യാശയോടെ അത് നിലനിൽക്കുന്നവരായും തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്